ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ താഴെ ഇച്ചിരി നടന്നിട്ട് വന്നതാ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. പോളിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ മമ്മി ഇങ്ങോട്ട് ബാജി വാങ്ങിക്കാൻ പോകുന്നത്. എൻ്റെ പറഞ്ഞു ഭാബി ഇവിടെ ഭാബി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചേച്ചി എന്നല്ല, ഭാബി എന്ന് പറഞ്ഞാൽ എന്താ, ഭാബി എന്ന് പറഞ്ഞാൽ എന്തോന്ന് എനിക്ക് എൻ്റെ കൂടെ എടുക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് വീഡിയോയിൽ ഇടുന്നത്. ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് അപ്പം ഞാനത് ഒരു ദിവസം ഇടാം കേട്ടോ, എഡിറ്റ് ചെയ്ത്. എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ ഇടണേ വീഡിയോ ഞാൻ പറഞ്ഞാൽ ഇടാമെന്ന്. അങ്ങനെ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് നാണക്കേടയോ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരുവാണെങ്കിൽ ഒരു നാണക്കേടല്ലേ. അവൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞ് എല്ലാവർക്കും സുഖമാണോ എന്ന് പറ, എന്തോന്നിലും അവൾ പറഞ്ഞത്. ഓക്കെ, പിന്നെന്താ, ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടോ? പ്രീസമ്മോൻ്റെ ദോശ ചുടിയിൽ അവൻ വന്നങ്ങോട്ട് മാവെടുത്ത് ഇങ്ങനെ ചൂന്ന് വട്ടത്തിൽ, സ്ഥലമില്ല, ചൂന്ന് പറഞ്ഞ് വട്ടത്തിലൊരു ഒഴുപ്പ്. പിന്നൊന്നുമില്ല. ഇനി നമുക്കേ വീഡിയോയിലോട്ട് പോകാമേ. അന്നേരം ഇന്നത്തെ ഒരു മിനിറ്റ്, അപ്പോഴേ ഇന്നത്തെ റെസിപ്പി പറഞ്ഞില്ലല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്വന്തം വിജീസ് കിച്ചൻ്റെ റെസിപ്പിയാണ്. അതായത് സാധാരണ നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഒന്നീ ആടെയും കണ്ടാ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത് ആ റെസിപ്പി. അന്നേരം അത് വേറൊരാൾ ചെയ്ത റെസിപ്പിയല്ലേ. ഇതെന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഇത് അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇങ്ങനെയൊക്കെയുള്ളതിനൊക്കെ ഞാൻ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ കാരണം അതിനൊരു ഇത്തിരി മധുരം അന്നേരം വരും. അതേസമയം ചോറിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതായത് ഞാനതിലൊരു സാധനം അരച്ച് ചേർക്കുന്നുണ്ടേ, അത് ചേർക്കണ്ട ചോറിനാണെങ്കിൽ. പിന്നെ ഞാൻ അതിൽ പറയാൻ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളിയായി, നല്ല കുറുകിയ ചാറ്, തിക്കായിട്ട് ചാറ് നല്ല കൂറായിരിക്കുമായിരുന്നു. നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് പറയണേ. ഓക്കെ, ചിക്കൻ കറിയാണ്. രാവിലെ ഇച്ചിരി നന്നായി ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ ഒന്ന് തവിയും കൊണ്ടൊന്ന് ആറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ചായയൊക്കെ റെഡിയായി. റേച്ചാൻ എത്തിയില്ല, ബാഡ്മിൻ്റൺ കളിച്ചിട്ട്. അപ്പം ഞാനും ഡാഡിയും കൂടെ ചായ കുടിക്കട്ടെ. അപ്പം ഇന്ന് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കി ഓരോരുത്തർക്കൊക്കെ കൊടുത്തു. കാരണം ഇന്നലെ ഞാൻ പച്ചരി അരി വെള്ളത്തിലിടാൻ നോക്കിയുണ്ട്, പച്ചരി തീർന്നിരിക്കുമായിരുന്നു. പിന്നെ ഓർഡർ ചെയ്ത് അവർ രാവിലെ ആ സമയത്ത് ഓർഡർ ചെയ്തെങ്കിലും അവർ കൊണ്ടുവരാൻ താമസിച്ചു. അതുകൊണ്ട് പിന്നെ പച്ചരി ഇടാൻ പറ്റിയില്ല. അല്ലാതെ ഇവിടെ ഇവർ ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉള്ളതൊന്നും ഇവരെല്ലാം കഴിക്കത്തില്ലല്ലോ, ചിലതെല്ലാം കഴിക്കും. അതുകൊണ്ട് ഇതാവുമ്പം കുഴപ്പമില്ല, ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പം പ്രൈസന് ഇതിൻ്റെ കൂടെ അവന് ടൊമാറ്റോ സോസ് അവനിഷ്ടം. അങ്ങനെ ഇന്ന് പൂരി അങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇപ്പോൾ പൂരി ഉണ്ടാക്കിക്കൊണ്ട് നിന്നുണ്ടേ പ്രൈസൻ വന്നുണ്ടേ ചിലത് അങ്ങനെ ഒത്തിരി അങ്ങ് വീർത്തില്ല. അപ്പം പ്രൈസൻ ചോദിക്കുക, മമ്മി ബലൂൺ പോലെ എന്താ അതാകാത്തത്? ഞാൻ ചെന്തുവാടാ. അന്നേരം ഇതുപോലെ ഇങ്ങനെ പോയി, ഇതാണ്ട് ഇതുപോലെ എന്താ വരാത്തത്? ഞാൻ പറയടാ, അത് ചിലത് അങ്ങനെ വരും, ചിലത് അങ്ങനെ വരത്തില്ലെന്ന് പറഞ്ഞു. അവനും ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം, പോളിനും ഇങ്ങനെയുള്ളതാണ് ഇഷ്ടം. ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പൂരി അങ്ങോട്ട് ഇടുമ്പോൾ എണ്ണയൊന്ന് പുറത്ത് തെറിക്കും. അതിനെ ഞാൻ അരികിലോട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ഇച്ചിരി ഒന്ന് ചൂടാകുമ്പോൾ കൈയും കൊണ്ടങ്ങ് തട്ടി അങ്ങിടും. അപ്പോഴത്തേക്കിന് പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കിന് പിന്നെ റേച്ചാനും വന്നു. പിന്നെ റേച്ചാനും ചായ കൊടുത്തു. പിന്നെ പ്രൈസമ്മോനെ തയ്യാറാക്കാനായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ പ്രൈസനെ ഇന്ന് വിടാൻ ഞാൻ പോകണം. റേച്ചാൻ അങ്ങ് പോയി. പോൾമോന് 11 മണിയാണ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇനി ഇവനെ ഒരുക്കിയിട്ട് ഞാൻ കൊണ്ടുവിടണമായിരുന്നു.
അവനെ വിട്ടിട്ട് ഞാൻ വന്നു. ഇനി ഞാൻ ലിഫ്റ്റിലോട്ട് കയറാൻ പോവാം. പാത്രമൊന്നും കഴുകാതെ പോയത്, വന്നിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകേണ്ട, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ അന്നേരം ചിക്കൻ കറിക്ക് വേണ്ടി ടൊമാറ്റോ അരിഞ്ഞുകൊണ്ട്, നല്ല പഴുപ്പുള്ള പഴുപഴുത്ത ടൊമാറ്റോ, നല്ല മാംസമകത്തുള്ള. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അതൊരു ഇച്ചിരി നിങ്ങളെ കാണിക്കാം. ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം കേട്ടോ. ഞാനങ്ങനെ എപ്പോഴും ചെയ്യും. ഇപ്പം നിങ്ങളെ കാണിക്കാൻ ചെയ്തേ കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാര്യം, അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ അവർ പണിയുക, ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ ചിക്കനുണ്ട്. അതിന് വേണ്ടി ഞാൻ ആദ്യം ഈ ഒരെണ്ണം വറക്കാമെന്നാണ് ചിന്തിച്ചത്. പിന്നെ ഞാൻ വറുത്തുടനെ അതും ഒരു ചെറുതൂടെ എടുത്ത് വറുത്തു. ബാക്കി അല്ലാതെ വഴട്ടാനായിട്ട് അരിഞ്ഞ്, ഇത്രയും വെളുത്തുള്ളി, പിന്നെ ഈ ടൊമാറ്റോ 2 മീഡിയം സൈസിലെ ടൊമാറ്റോ അരിഞ്ഞതേ, വലിയതാണെങ്കിൽ ഒരെണ്ണം മതി. അപ്പോൾ ഞാൻ ആ 1.5 സവാള എടുത്തില്ലേ, അതൊന്ന് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ആ സവാള 2ആയിട്ട് കീറിയിട്ട് പിന്നെ വീണ്ടും അതിനെ 1-2 നടുവേ കീറിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞത്. എന്നിട്ട് കൈ കൊണ്ടൊന്നും ഞെവിടി, അപ്പോൾ ഇതളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണ്ട, അങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് ആ എണ്ണയിലൊന്ന് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. പോരെ അപ്പം ഞാൻ ചീനച്ചട്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ ആ വറുത്തില്ല എണ്ണ, അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് ആദ്യം ഒരു ഇച്ചിരി ഒരു നുള്ളു പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ട് ഇഞ്ചി പേസ്റ്റ്, അല്ലെങ്കിൽ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ, ഒരു 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ ആ സവാളയ്ക്ക് ഒന്ന് വാടി വരും. സവാള കുറച്ചൊന്ന് വാടി വന്ന് അതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോയുടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ടൊമാറ്റോയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നന്നായി ഒന്ന് വാടി വരും. ഇത് അടച്ചു കൊടുക്കാമേ. അപ്പം ഇതൊന്ന് അവിടെ കിടന്ന് വാടി വരട്ടെ. അപ്പോഴത്തേക്കിന് ഞാൻ ഉള്ളി വറുത്തില്ലേ, അതൊന്ന് തണുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ല 1/2 കിലോ ചിക്കൻ്റെ കണക്കായി പറയുന്നത്. ഇപ്പോൾ 1/2 കിലോ അല്ല 1 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിയുടെയൊക്കെ അളവ് വറക്കുന്നതിൻ്റെ അളവ് കൂട്ടണേ. അതുപോലെ ഉള്ളി വറക്കുന്നുണ്ടേ കറുത്ത കളറ് വരരുത്. ആ കളറൊന്ന് മാറാൻ തുടങ്ങുന്നുണ്ടേ ഇങ്ങനെ കോരിയെടുത്തോണേ, അല്ലെങ്കിൽ കറി കഴിക്കും. ഇതിലേക്ക് ഞാൻ 1/2 കിലോയുടെ കണക്കിൽ 1/2 ടീസ്പൂൺ കഷ്കശ ഉണ്ടല്ലോ, നമ്മുടെ ഇല്ല വെളുത്ത മണി പോലെ ഇരിക്കുന്നത്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വറുത്ത തേങ്ങ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വറുത്ത തേങ്ങ, ഇതിപ്പോൾ എന്തെങ്കിലും ഈ വറുത്ത തേങ്ങ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇല്ല എങ്കിൽ ഇച്ചിരി തേങ്ങ വറുത്തൊന്ന് ചേർക്കണേ. എന്നിട്ട് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. അപ്പം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, അതുകൊണ്ട് അതിന് എരിവ് അധികം കാണത്തില്ല. സാധാ മുളക് പൊടിയാണെങ്കിൽ അത്രയും ചേർക്കരുതേ, നിങ്ങളുടെ എരിവിനനുസരിച്ച് 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അപ്പം ചപ്പാത്തി ഇതിനൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി മധുരം പോലുള്ള ഇത് വരും. അത് താല്പര്യമാണെങ്കിൽ നിങ്ങളിതിൽ ഈ അരയ്ക്കുന്ന സമയത്ത് ഒരു 10 നമ്മുടെ റേസിൻസ് ഉണ്ടല്ലോ, ഉണക്ക റേസിൻസ്, അത് കുറച്ച് നേരം മുമ്പിട്ടൊരു ഇത്തിരി നേരം മുമ്പേ ഒന്ന് കുതിർത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കണം. അപ്പോൾ ഒരു നല്ലൊരു ഇളം മധുരം കിട്ടും.
അതേസമയം ചോറിനാണെങ്കിൽ അത് മധുരം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലേ, അത് അവോയ്ഡ് ചെയ്യാം, അത് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അരയ്ക്കുന്നതിന് മുമ്പിട്ട് അതൊന്ന് കുതുക്കണം. പക്ഷേ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ അങ്ങ് അരയും. പക്ഷേ ഞാൻ ഇപ്പോൾ അരയ്ക്കാൻ മറന്നു പോയത് കൊണ്ട് സെപ്പറേറ്റ് അരച്ചുകൊണ്ട് അത് അധികം അരഞ്ഞില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഈ ചിക്കനെ. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചൂടല്ല, ഞാനിപ്പോൾ കുടിക്കാൻ തിളപ്പിച്ച് വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക്, പച്ചവെള്ളം അങ്ങനെ ഒഴിക്കണ്ട, ഇളം ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കേ. ഞാൻ താണ്ട ഈ സമയത്താണ് ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാനങ്ങ് മറന്നു പോയെന്ന്. ഇപ്പോഴാണ് ഞാൻ താണ്ട ഇത്രയും എടുത്ത് ഇതൊന്ന് അരച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നതേ. റേസിൻസ് അരയ്ക്കുന്നതിന് മുമ്പിട്ടേ ഒരു അരമണിക്കൂർ മുമ്പിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണേ. അപ്പോൾ അത് മാത്രം ആയതുകൊണ്ട് അങ്ങോട്ട് ചൊവ്വിന് അരഞ്ഞിട്ടില്ലൊന്ന് ചതഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. നമ്മുടെ ഉള്ളിയും ഒക്കെ അരയ്ക്കുന്ന ഉടനെ ഇതൂടെ കുതിർത്തത് ഇട്ടൊന്ന് അരയ്ക്കണം. അതേസമയം നിങ്ങൾക്കങ്ങനെ മധുരം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ അതുകൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഇതാണ്. ചിലർക്ക് ഇച്ചിരി ചെറിയ മധുരം പോലെ കഴിക്കുന്നത് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. പക്ഷേ അപ്പം ഒക്കെ കഴിക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി മധുരം പോലെ കഴിക്കുന്നതാണ് നല്ലത് എൻ്റെ അറിവിൽ. ഇനിയിപ്പം ഞാനേ അരി പതുക്കെ ഇട്ടാൽ മതിയായിരുന്നു. അരി ഒന്ന് കഴുകിയിടുന്നുണ്ടേ. മില്ലറ്റുകൾ, പഞ്ഞിപ്പുല്ല്, ഇത് ബാജ്റ, ഇത് മണിച്ചോളം, ജോവാർ. ഇതെല്ലാം ഞാൻ ഓരോന്നും ഓരോ ദിവസം കഴുകി ഉണക്കിയിട്ടേ പൊടിച്ചിട്ട്, ഇവർക്കൊന്നും ഇഷ്ടമല്ലല്ലേ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ശരീരം. പിന്നെ ഇടയ്ക്കെങ്ങാണോ ഒരു സ്പൂണെങ്ങാണോ ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് രാത്രി ഫുഡിന്. ഇവർക്ക് ഈ മാവ് കലക്കി ദോശക്കല്ലേൽ മാവ് കലക്കിയിട്ടേ നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കഴിക്കത്തില്ലേ, അത് അവർക്ക് ഇഷ്ടമല്ല. അതേസമയം അതേ മാവ് ഇച്ചിരി കുഴക്കട്ട പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്. നമുക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ മടക്കപ്പം എന്ന് പറയും, അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലേ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി, ഇന്നിപ്പം രാജിനി എടുത്തില്ല, മീൻസ് റാഗി, അതൊന്ന് കഴുകി വെയിലത്ത് വെക്കട്ടെ. അപ്പോൾ ഞാനിതൊന്ന് കഴുകാതെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും. പക്ഷേ ഇത് കഴുകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്റ്റൈലിൽ ഇത് വരും. അതെന്തോ എനിക്ക് പറയാൻ അങ്ങോട്ട് അറിയുന്നില്ല. ഇതിൽ മണ്ണ് പോലെ കറുത്ത മണ്ണുണ്ടായിരുന്നു. കണ്ടപ്പോഴേ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം ഇത് കഴുകാതിരുന്നാൽ പിന്നെ എന്തോ ചെയ്യും. അപ്പം ഞാൻ കണ്ടോ കറുത്ത മണൽ, ഞാനതൊന്ന് എടുത്ത് കടിച്ച് നോക്കി. ഞാൻ ചിന്തിച്ച് കറുത്ത റാഗിയാണ്, പക്ഷേ അത് കല്ല് പോലായിരുന്നു. അപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഞാനെന്നാൽ ബാൽക്കണി വെക്കാമെന്നുള്ള ഓർമ്മയിലാണ് ഞാനിത് കഴുകിയത്. പിന്നെ ചിന്തിച്ച് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പണി നടക്കുമല്ലേ, കാരണം ഞാൻ കഴുകിയ പാത്രങ്ങൾ ബാൽക്കണി എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മൊത്തം പൊടിയായിരിക്കും. പിന്നെ ഞാൻ ഞാൻ വെള്ളം കുടിക്കാൻ തിളപ്പിച്ചില്ലേ, അതിൻ്റെ മുകളിൽ വലിയൊരു എനിക്കൊരു സ്റ്റീൽ പാത്രം പോലെ ഉണ്ട്, അതിൻ്റെ അകത്ത് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് അപ്പോഴത്തേക്കിന് കുറച്ച് നേരം കഴിഞ്ഞ് എന്ന് നോക്കിയുണ്ടെങ്കിൽ അത് നന്നായി ഉണങ്ങി കിട്ടി. അതുകൊണ്ട് ബാൽക്കണി വെക്കാൻ പോയില്ല ഞാൻ. നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല പൊടികൾ വരുന്നത്. അത് ഈ പാത്രമൊക്കെ കഴുകി വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം പൊടികളാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. തുണികളൊക്കെ അവിടെ വിരിച്ചാലും തുണികൾ കുടയുന്നുണ്ടെങ്കിൽ എന്ത് പൊടിയാണ് പോകുന്നതെന്നറിയാമോ. അപ്പോൾ ഇത് നമ്മളത് ബാൽക്കണി വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ കഴുകിയിട്ട് ഒരു പ്രയോജനവും ഇല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ഐഡിയ ചെയ്ത്. അപ്പം ഞാൻ ഇച്ചിരി മുമ്പേ ഇതൊന്ന് ഓഫാക്കി ഇട്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് അതൊന്ന് കുറുകിയിരിപ്പുണ്ട്. ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിനൊക്കെ കഴിക്കാൻ നല്ല ഇതാണ്. ആ മുന്തിരിങ്ങയും കൂടെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കടുക് വറുത്ത് ചേർക്കണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അതേസമയം കടുക് കൂടെ വറക്കുവാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ടേസ്റ്റ് നോക്കിയുണ്ടേ
ഇത്തിരി എരിവ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കാശ്മീരിയാണ് ചേർത്തതെന്ന്. ഇതിൽ ഞാൻ ഇച്ചിരിയും കൂടെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം മുളക് പൊടിയും സ്വല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ചേർക്കും ഞാൻ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുക്കറിൽ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് കണ്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അത് ആ ഇട്ട ഭാഗം എനിക്ക് വീഡിയോ ഞാൻ എടുത്തില്ല, ഞാൻ ഓണാക്കി വെച്ചിട്ട് അത് പ്രസ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് ചേർത്താൽ മതി. ഞാനൊരു പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് കൂടി ഇങ്ങനെ ചെറുതായിട്ട് പീസാക്കി ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പ്രൈസിനെയൊക്കെ വിളിക്കാൻ പോയിട്ട് വന്നിട്ട് ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.